ഈസ് ബാക്ക്. സോഷ്യൽ മീഡിയ ആഘോഷിച്ച വാചകം അതാണ്. അതെ, മലയാള ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ച ഒരു ശരാശരി മലയാളിയും ആകാംക്ഷയോടെ കാതോർത്തിരുന്ന വാർത്ത. മമ്മൂട്ടി തിരിച്ചു വരുന്നു, പൂർണ്ണ ആരോഗ്യവാനായി തന്നെ. രോഗം പൂർണ്ണമായും ഭേദമായിട്ടാണ് ആ വരവ്. ഇതിൽ പരം സന്തോഷം ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാണ് പലരും ആ വാർത്തയോട്, ആ അറിയിപ്പിനോട് പ്രതികരിച്ചത്. കാരണം മമ്മൂട്ടി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി നമ്മളിൽ ഒരാളായിരുന്നല്ലോ. അങ്ങനെ ഒരാൾക്ക് അസുഖം വന്നാൽ ആ ശൂന്യത എവിടെയൊക്കെയോ നമ്മൾ അനുഭവിക്കും. അങ്ങനെ ഒരു കാത്തിരിപ്പായിരുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് ആ നല്ല വാർത്തയും എത്തി. രോഗബാധിതനായി ഷൂട്ടിങ്ങിൽ നിന്ന് അവധിയെടുത്ത ചെന്നൈയിലേക്ക് പോയ താരം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതിനു പിന്നാലെ നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് മമ്മൂട്ടി മടങ്ങിയെത്തുന്ന വാർത്ത സാമൂഹ്യ മാധ്യമത്തിലൂടെ ആദ്യം അറിയിച്ചത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി 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 എന്നായിരുന്നു മമ്മൂട്ടിയുടെ രോഗമുക്തിയെക്കുറിച്ച് ആൻഡോ കുറിച്ചത്. പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ നന്ദി പറഞ്ഞ മമ്മൂട്ടിയുടെ സന്തത സഹചാരി ജോർജും സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിട്ടു. ഒരൊറ്റ വാക്കുമില്ലാതെ 2 ഇമോജി സഹിതം ഒന്നിച്ചുള്ള ഒരു ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചത്. മമ്മൂട്ടിയെ ലാൽ ചുംബിക്കുന്ന ഈ ചിത്രത്തിന് താഴെ സന്തോഷത്തോടെ ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുമുണ്ട്. വെൽക്കം ബാക്ക് ടൈഗർ എന്ന് മഞ്ജു വാര്യർ കുറിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു എന്നാണ് രമേശ് വിശാരടി കുറിച്ചത്. ചീഫ് എന്ന് വിശേഷിപ്പിച്ച ടൊമിനോ തോമസ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷിച്ചപ്പോൾ രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന ആവേശക്കുറിപ്പാണ് മാല പാർവതി പങ്കുവച്ചത്. സിനിമ വിട്ട് താങ്കൾ എവിടെ പോകാൻ, അത്രമേൽ താങ്കൾ സിനിമയെ സ്നേഹിക്കുന്നുവല്ലോ എന്നായിരുന്നു ജോയി മാത്യുവിന്റെ കുറിപ്പ്. എണ്ണിയാലൊടുങ്ങാത്ത പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നയാളുടെ ആശ്വാസം നന്നായി അറിയുന്ന ആളല്ലേ ഞാൻ എന്ന് ഉമാ തോമസ് MLAയുടെ കുറിപ്പും വൈകാരികമായിരുന്നു. കേൾക്കാനായി കാതോർത്ത് പ്രാർത്ഥനയോടെ കാത്തിരുന്ന സന്തോഷ വാർത്ത എന്ന സിബി മലയിലിന്റെ കുറിപ്പും കേരളം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ എത്രമേൽ കാത്തിരുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ്. വിവിധ ജില്ലകളിലെ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും ചലച്ചിത്ര പ്രേമികളും മധുരം വിളമ്പി മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെയാണ് മമ്മൂട്ടിയെ തിരികെ വരവേറ്റത്. കേരള പോലീസ്, KSRTC തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ നടൻ മമ്മൂട്ടിക്ക് ആശംസകൾ നേർന്നു. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് മലയാള സിനിമയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നുവെങ്കിലും പുതിയ പ്രൊജക്ടുകളിൽ ചില അവ്യക്തതകൾ നിലകൊള്ളുന്നുണ്ട്. മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ച് മമ്മൂട്ടി കരിയറിൽ നിന്ന് ഇടവേളയെടുത്തത്. മമ്മൂട്ടി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു എന്ന വാർത്തകൾ പുറത്തു വന്നതിനു ശേഷം മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ മേജർ ഷെഡ്യൂൾ അദ്ദേഹം പൂർത്തിയാക്കുമെന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചു. എന്നാൽ ചിത്രീകരണം എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങൾ നിർമ്മാതാവ് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നിർമ്മാതാവ് ആൻഡോ ജോസഫും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ തറപ്പിച്ചു പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മമ്മൂട്ടി പൂർണ്ണമായി ഇടപെട്ട് തുടങ്ങിയില്ല എന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജയ് വ്യക്തമാക്കി. ചർച്ചയിലിരിക്കുന്ന പല പ്രോജക്റ്റുകളും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഉപേക്ഷിക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി അന്യഭാഷാ പ്രോജക്റ്റുകളും മമ്മൂട്ടിയുടെ സജീവ ചർച്ചയിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഫാലിമി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ സംവിധായകൻ തന്റെ അടുത്ത പ്രോജക്ട് മമ്മൂട്ടിക്കൊപ്പമാണെന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോയും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. നിരീഷ് സഹദേവിന്റെ ക്രൂവിൽ നിന്ന് ചലച്ചിത്രം മമ്മൂട്ടിയുടെ സജീവ പരിഗണനയിൽ ഉണ്ടെന്ന് വ്യക്തമായി. ഈ വർഷം പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ വ്യക്തമായ ധാരണ സെപ്റ്റംബറിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും ലഭിച്ച വിവരങ്ങളിൽ നിന്ന് വ്യക്തം. വാട എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ നടൻ അനുരാജാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ. ഡിനോ ഡെന്നി സംവിധാനം ചെയ്ത ബസൂക്കയായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച് അവസാനം പുറത്തിറങ്ങിയ ചലച്ചിത്രം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചിയിലേക്ക് മടങ്ങിയെത്താൻ ഉദ്ദേശിക്കുകയാണ് മമ്മൂട്ടി. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 7-ാം തീയതി തന്റെ പിറന്നാൾ ദിവസം കൊച്ചിയിലെ വസതിയിൽ മെഗാസ്റ്റാർ ഉണ്ടാവാനാണ് സാധ്യത. കളങ്കാവൽ എന്ന പുതിയ ചിത്രത്തിന്റെ ഡബ്ബിംഗ് ജോലികൾ ഉടനെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതായി ലെജൻഡറി താരം അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയേക്കും.